ഹായ് ചങ്ങാതീസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുഷ്പ 2 കണ്ടു കേട്ടോ. ഇന്നാണ് കണ്ടത്. 10 മണിയിലത്തെ ഷോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത്രയും ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ, ഒരുപാട് ഇപ്പോൾ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ദേവര, കങ്കുവ, വേട്ടയാൻ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പുഷ്പ 2ൻ്റെ റിവ്യൂ ആണ്. താല്പര്യമുള്ളവർക്ക് കേൾക്കാം, താല്പര്യമില്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ദിസ് വീഡിയോ. ആൻഡ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു നെഗറ്റീവ് റിവ്യൂ അല്ല, എന്നാൽ പോസിറ്റീവ് റിവ്യൂ അല്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ പടം പുഷ്പ 2 ദ റൂൾ, ഇത് നമ്മുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഒരു സോങ് കഴിഞ്ഞതിന് ശേഷമാണ് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ജപ്പാൻകാരുമായിട്ടുള്ള ഒരു ഷോട്ടാണ്, ഒരു ഫൈറ്റ് സീക്വൻസ് ആണ് ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തേക്കുന്നത്. ഒരു മൂന്ന് ഫൈറ്റ് മറ്റോ ഈ ഫിലിമിൽ ടോട്ടലായിട്ടുണ്ട്. അതിനകത്ത് ഒരു ഫൈറ്റ് മിനിമം 10 to 15 മിനിറ്റ്സ് ഫൈറ്റ് സീക്വൻസ് തന്നെയുണ്ട്. അതായത് ഒരു 3 hours and 20 minutes ആണ് ഈ ടോട്ടൽ ഫിലിം വരുന്നത്. അതിനകത്ത് ഒരു 30 to 45 minutes ഈ ഫൈറ്റ് തന്നെയുണ്ട്. അത് അത്രയും നേരമുള്ളത് നമുക്ക് കുറച്ച് ലേഖാണ്. എന്തിനാണ് ആക്ച്വലി 3 hours and 20 minutes എന്ന് എനിക്ക് മനസ്സിലായില്ല. അതിന് മാത്രം ഒന്നും ഇല്ല ആ പടത്തിൽ. ഒരു മാസ് പടം എന്ന് പറയാനുള്ള അത്രയും ഒരു മാസമൊന്നും അതിനകത്ത് ഇല്ല. പുഷ്പ 1 ഓക്കെയാണ്, ഫസ്റ്റ് എടുത്ത ഫിലിം ഓക്കെയാണ്. അത് മാസം ഭയങ്കര ഭീകര മാസം എന്ന് പറയാനുള്ളതില്ലെങ്കിലും നമുക്ക് ഓക്കെയാണ്. അല്ലു അർജുൻ ഫസ്റ്റ് ടൈം അങ്ങനെ ഒരു സംഭവം വന്നത് അത് ഓക്കെയാണ്. പക്ഷേ ഈ പടത്തിനകത്ത് നമുക്ക് ഇത്രയും ഹൈപ്പൊക്കെ തന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പടം ഇറക്കേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. ഇനി പുഷ്പ 3 എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. പിന്നെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് കൊണ്ടുവന്ന് ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ ഭാഗമൊക്കെ ആകെ മെഴുകി നശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ സോങ്ങുകൾ. പുഷ്പ 1 നല്ല സോങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ പുഷ്പ 2ൻ്റെ മലയാളം ലിറിക്സ് എഴുതിയിരിക്കുന്നത് ആരാണാവോ? നമിച്ചു. വേണ്ടായിരുന്നു ചേട്ടാ, ഇങ്ങനെ ഒരു ചതി വേണ്ടായിരുന്നു. അത്രയും മോശമാണ് ഇതിൻ്റെ ലിറിക്സ്. ഈ മലയാളം ലിറിക്സുകൾ വന്നിരിക്കുന്നത് ഭയങ്കര മോശമാണ്. ജസ്റ്റ് ഈ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടു നോക്കൂ. ബ്ലോക്ക് പോയല്ലോ നീ വന്ന് എൻ ലൈഫിൻ ബ്ലോക്ക് പോയല്ലോ, വയലാർ എഴുതുമോ ഇതുപോലെ. ഡാൻസ് കാര്യങ്ങൾ കൊറിയോഗ്രാഫി ആയിട്ട് ഇച്ചിരി വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഉള്ളതാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഭാര്യ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രകടനം കാണുന്നത് ആദ്യമായിട്ടാണ്. അത് ഭയങ്കര കോമഡി ആയിട്ട് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാം. ഈ പറയുന്ന പോലെ ഈ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ജപ്പാൻകാരായിട്ടുള്ള ഇടി, അതിനിടയിൽ ഈ അല്ലു അർജുൻ വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു സീനുണ്ട്. അതായത് കടലിലേക്കോ വീഴുന്നുണ്ട്. ആ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് കാണിക്കുന്നില്ല. പിന്നെ ആൾ ഒരു സ്വപ്നം കണ്ട ഉറക്കത്തിൽ നിന്ന് എണിച്ച പോലെയാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ അതിൽ മുറിഞ്ഞു പോയി. അതുപോലെ തന്നെ പിന്നെ ഒരു ചെറുപ്പക്കാരൻ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ കൊച്ച് ഈ പന്തെടുക്കാൻ പോകുന്ന സീനും കാണിച്ച് അതും അതിനകത്ത് കട്ട് ചെയ്ത് പോയി. പിന്നെ അവിടെ എന്തായാലും ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം തേർഡ് പാർട്ടിലേക്ക് കണക്ഷനായിട്ട് വരുന്നത് ആയിരിക്കാം. അങ്ങനെ ആ പാർട്ടും അതുപോലെ തന്നെ കട്ടായിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫഹദ് ഫാസിലിൻ്റെ അഭിനയം അത് ഈ പറയുന്ന പോലെ കൊള്ളായിരുന്നു. അതായത് ഫസ്റ്റിനെക്കാട്ടിലും കുറേയും കൂടെയും ലെങ്തി ക്യാരക്ടർ ഫഹദിന് ഈ ഒരു പുഷ്പ 2 ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന കണക്ക് തന്നെ ഈ ഫഹദ് ഫാസിലിനെയും ഒരു ഈ ചന്ദനമരം കത്തിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിനകത്ത് ആളും മെച്ചുപോയോ. ആ ഒരു നല്ല കണ്ടിന്യൂറ്റി ആയി വന്ന് പിന്നെ പെട്ടെന്ന് ഈ മനുഷ്യനെ കാണാതെ എല്ലാവരും എവിടെ പോയോ എന്തോ. എല്ലാവരും ഇനി പുഷ്പ 3 വരാൻ വേണ്ടിയിട്ട് മുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ഫഹദ് ഫാസിലിനെയും ഇടയ്ക്ക് അപ്രത്യക്ഷമാകുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന കണക്ക് ലാസ്റ്റ് ഫസ്റ്റ് ഹാഫ് വരെ നമുക്ക് ഓക്കെ കണ്ടിരിക്കാം, എങ്ങനെയും പോട്ടെ, ഒരു 1.5 മണിക്കൂർ നമുക്ക് എങ്ങനെയെങ്കിലും തള്ളി നീക്കാൻ തന്നെ വയ്ക്കാം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് ഹാഫ് എൻ്റെ മലയാടിച്ച് നമ്മൾ മേടിക്കും. പിന്നെ ഒരുപാട് ഈ ഫൈറ്റ് സീക്വൻസുകളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിച്ചു നീട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 to 15 മിനിറ്റ്സിൻ്റെയൊക്കെ ഫൈറ്റ് സീക്വൻസ് എന്താണ് അതിൻ്റെ ആവശ്യം? എന്നാൽ അത്ര പഞ്ച് വൈസ് ഇടികളൊന്നും അല്ല, ഇതിങ്ങനെ നീട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നീട്ടിയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും പറയാനില്ലാത്ത സാധനമായിരുന്നു നമ്മുടെ ക്ലൈമാക്സിന് തൊട്ട് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. 2 കൈയും 2 കാലും കെട്ടിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് അനങ്ങാൻ പറ്റുമോ? മിനിമം നമുക്കിപ്പോൾ തെലുങ്ക് പടത്തിൽ കുറച്ച് നമ്മുടെ ഈ മലയാളം തമിഴ് പടത്തിനേക്കാട്ടിലും കുറച്ചുകൂടി മസാല കൂടുതലുണ്ടാവും, സ്വാഭാവികം. പക്ഷെ എന്നിരുന്നാലും ഈ 2 കൈയും 2 കാലും കെട്ടിയിട്ടുള്ള ഒരാളെ അനങ്ങാൻ പറ്റുന്ന അത്രയ്ക്കും മറ്റേ കട്ടന്ന് ചിന്തിക്കാൻ പറ്റും. ബാഹുബലി മോഡലൊക്കെ പിന്നെ മാനുഷികമായി നമ്മൾ ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അത് എനിക്ക് അത്രയ്ക്കും സൂട്ടായിട്ട് തോന്നിയില്ല. പിന്നെ ലാസ്റ്റ് ഈ ക്ലൈമാക്സ് ഭാഗത്തുള്ള കരച്ചിൽ, അല്ലു അർജുൻ കരയുന്നത് ഒരു കണക്കും കൊള്ളത്തില്ല. ആ അഭിനയം അട്ടർ ഫ്ലോപ്പായിരുന്നു. പക്ഷെ നമ്മുടെ ഹാപ്പി ബി ഹാപ്പി എന്ന് പറയുന്ന പടത്തിലൊക്കെ ആ ക്ലൈമാക്സിലുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ കരയാനോ അങ്ങനെ അറിയാത്ത ഒരാളോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഈ പടത്തിലുള്ള കരച്ചിലും കാര്യങ്ങളും കൊള്ളത്തില്ല. അപ്പം അങ്ങനെ മൊത്തത്തിലൊരു ഏകദേശം ഒരു 3.5 hours ഒക്കെ പിടിച്ചിരിക്കാനുള്ള ഒരു കപ്പാസിറ്റി പടത്തിന് ഉണ്ടെന്ന് തോന്നുന്നില്ല. അതായത് കുറച്ച് നാളത്തേക്കൊക്കെ ഇത് ഓടുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ, മൈ ഒപ്പീനിയൻ. ഓടുന്നു തോന്നുന്നില്ല. ചിലപ്പോൾ മേ ബി 1 week കൊണ്ട് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുമ്പോൾ തന്നെ നന്നായി ഓടിക്കൊണ്ടിരുന്ന ഈ നോർമൽ പടങ്ങളിൽ, ഈ കൊമേഴ്ഷ്യൽ പടങ്ങൾ, ഈ നോർമലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങളൊക്കെ ഇതിന് വേണ്ടി ഇവരുടെ ഈ തിയേറ്റർ
കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തിയേറ്റേഴ്സ് ഒക്കെ ഒഴിഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. ഈ നല്ല പടങ്ങൾ പോലും മര്യാദയ്ക്ക് ഓടാനുള്ള ഒരു ടൈം ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ കൊണ്ടുവന്നിട്ട് കൊടുക്കണില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ദേവര, കങ്കുവ, വേട്ടയാൻ എന്നൊക്കെ പറഞ്ഞ പടം, ഈ വേട്ടയാൻ എന്നൊക്കെ പറഞ്ഞ പടത്തിൽ എന്തിനാണ് ഈ സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, എന്തിനാണ് അമിതാഭ് ബച്ചൻ, എന്തിനാണ് മഞ്ജു വാര്യർ? ഒരു നോർമൽ കാസ്റ്റിങ്ങിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കഥയും കാര്യങ്ങളുമാണ് ഈ വേട്ടയാൻ എന്ന് പറഞ്ഞ മൂവി. അപ്പോൾ ഈ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വന്നിട്ട് ഈ ആൾക്കാരിലേക്ക് ഈ ഹൈപ്പ് കൊണ്ടുവന്ന് ചുമ്മാ നമ്മുടെയൊക്കെ പൈസ വാങ്ങിച്ച് വെച്ച് അവർ അവരുടെ കളക്ഷൻ അല്ലെങ്കിൽ അവരുടെ ലാഭം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നേടി അവർ സ്ഥലം വിട്ടു പോകും. അപ്പോൾ പ്രേക്ഷകരെ വിഡ്ഢികളാക്കുന്ന ഈ പരിപാടി ശരിയാണോ ആലോചിക്കും. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.